സത്യമാണോ കൊച്ചുണ്ണി നീ പറയുന്നത്? കൊട്ടാരത്തിന് പുതിയ കിരീടാവകാശം ഉണ്ടാവാൻ പോകുന്ന കാര്യം ഈ സൂപ്രണ്ട് കള്ളം കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? ഹനിയ, അവസാനം നിന്റെ പ്രയത്നം സഫലമായി അല്ലേ? അയ്യോ, പ്രയത്നിച്ചത് ഞാനല്ല, വിനോദ. അയ്യേ, നീ ഇത്തരക്കാരിയാന്നോടി? അയ്യോ, എനിക്കല്ല, അശ്വതി മോൾക്ക് വിശേഷം. ആണോ? ആണോ? ആണാണോ പെണ്ണാണോ ഇപ്പൊ എങ്ങനെ അറിയാനാ? ഏതായാലും ഈ കൊട്ടാരത്തിൽ കുഞ്ഞിക്കാല് വെറുക്കാൻ പോവുക. ഇതാണ് ഓരോരുത്തരുടെ തലയിലെഴുത്ത്. ഏതായാലും അവള് ഭാഗ്യവതിയാ. മിണ്ടരുത്, നീ പാക്കിയ ലക്ഷ്മിയല്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? സഹാറ മരുഭൂമി പോലെ അങ്ങ് നിൽക്കുമല്ലയോ? എങ്ങനെ നിക്കാതിരിക്കും? നാഴികയ്ക്ക് 40 വട്ടം ഈശ്വരനെ നിന്ദിച്ച് നടക്കണം. നിങ്ങൾക്ക് എങ്ങനെ സന്താന ഭാഗ്യം ഉണ്ടാവാനാ? അതിനെ ഈശ്വരാധീനം വേണം. പഞ്ചാര മണ്ണെണ്ണ സപ്ലൈ ചെയ്യുന്ന പോലെ കൊച്ചുങ്ങളെ സപ്ലൈ ചെയ്യുന്ന റേഷൻ കടക്കാരനാണോ നിന്റെ ഈശ്വരൻ? മാർക്സും ഹെങ്കൽസും പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് അവരെ പരിചയമില്ല ഏട്ടാ. ഇല്ല, അവരെ പരിചയപ്പെടുത്തരാം. മതി. തമ്പുരാട്ടി എന്താ ഇന്ന് നേരത്തെ? ഏട്ടന്റെ ഉറ്റ സുഹൃത്തും വണ്ടിക്കകത്തുണ്ട് കേട്ടോ. ആര്? ഇറങ്ങു മോനെ. വാ മോനെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ നീ ഈ കൊട്ടാരത്തിന്റെ അനന്തരാവകാശിയാണ്. ഈ കൊട്ടാരവും സകല സ്വത്തും ഹോസ്പിറ്റലും ഇനി നിനക്കും ഇവക്കും നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ കൊച്ചിരാമ? അതെ അതെ അതെ, ചേച്ചി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാ അല്ലേട്ടാ? നീ എന്താടാ കുട്ടിക്കൃഷ്ണൻ വിളിച്ചു നിൽക്കുന്നേ? സന്തോഷം കൊണ്ട് ഞാൻ ബോധം കെട്ടു പോകും തോന്നും ചേച്ചി. അയ്യോ, മോളങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇനി പ്രസവമാകുമ്പോഴത്തേക്കും ശരീരരക്ഷയൊക്കെ ചെയ്ത് വെടുക്കിയാക്കും അമ്മായി. മോൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പിണക്കമൊക്കെ തീർന്നില്ലേ? എനിക്കാരോടും പിണക്കൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ കോഴിത്തമ്പുരാക്കന്മാരെ കുഞ്ഞ് നോട്ടം വിട്ടിട്ടുണ്ടെന്ന് നാട്ടിലൊക്കെ ഒരു സംസാരമുണ്ട്. അത് നിങ്ങൾ പാവങ്ങളാകട്ടോ, വേണേ കയ്യാകാലാ തല്ലി ഓടിച്ചോ, പക്ഷെ കൊല്ലരുത്. അതൊക്കെ വിനോദമോ മറന്നേ. എടോ കോന്ത സൂപ്രണ്ടേ, താൻ ആ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വയ്ക്കൂ. വാ മോനെ. എന്തോ തന്നെ അല്ലടോ. ഹനിയ, പാറ്റ വീണടാ. എവിടെ? നമ്മുടെ കഞ്ഞിയില്. അത് മൂടി വെക്കാത്ത എന്താ? അയ്യോ അയ്യോ അയ്യോ. മദ്യം ഒഴിച്ചേരുന്നതും ഫിറ്റാകുന്ന ഞാൻ ആദ്യം കാണുക. അതോ ഞാൻ അറിയാതെ നീ ഓടിച്ചോ? കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ണി ലൂട്ടി സമയത്ത് അടിക്കാറില്ല. അഥവാ അടിച്ചാലൊട്ട് ഫിറ്റ് ആവത്തുമില്ല. ഇന്നാ ഇതും കൂടി പിടി. അനന്തരവള പെണ്ണ് ഗർഭിണിയായതിന്റെ സന്തോഷം ഈ തിരുമുഖത്തെ കാണാനുണ്ട്. അതിന്റെ സന്തോഷത്തിൽ ഈ കൊച്ചുണ്ണി ഒരു കൊച്ചടിച്ചോട്ടാ, ഒരു സ്മാൽ. ഈ രാജാവ് പ്രജാവത്സലനാടാ. നീ അടിച്ചോ, പക്ഷെ അതെന്റെ സന്തോഷത്തിന് വേണ്ടി അല്ല, എന്റെ സങ്കടം തീർക്കാൻ. കല്യാണം കഴിഞ്ഞ് 25 വർഷമായി ഞാൻ കഷ്ടപ്പെടുന്നത് എന്തിനാ? ഒരു കുഞ്ഞിക്കാല് കാണാൻ. ആ അധ്വാനമൊക്കെ കാറ്റിപ്പറത്തി ചുരുങ്ങിയ സമയം കൊണ്ടൊരു തെണ്ടിച്ചെറുക്കൻ കൊട്ടാരത്തിൽ കയറി ഗോളടിച്ചില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുമോ? തമ്പുരാൻ വിഷമിക്കണ്ട, അങ്ങയ്ക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. നമുക്ക് ആ തെണ്ടിച്ചെറുക്കനെ കൊണ്ട് നല്ല ഗോളടിപ്പിക്കാം. ശിവ ശിവ. അയ്യോ, ദേ വരുന്നത്. ഇത് കണ്ട കൊട്ടാരം മുഴുവൻ നാറ്റിക്കും. എല്ലായിടത്തും നീ മുങ്ങിക്കോ. എന്താ കൊട്ടാരത്തിൽ കുഞ്ഞു പിറക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോഴേ ദുഷ്ടമൂർത്തികൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണു. ഗർഭാരംഭത്തിൽ തന്നെ അശ്വതി മോടെ വയറ്റി കിടന്ന് കുഞ്ഞ് പരാക്രമങ്ങൾ കാട്ടുന്നു. നിന്നെപ്പോലുള്ള അന്ധവിശ്വാസികൾ താമസിക്കുന്ന സ്ഥലമല്ലേ? അതെയോ? എന്തായാലും ഇന്ന് തന്നെ സർപ്പക്കാവൽ ഒരു സർപ്പം തുള്ളൽ നടത്തണം. എന്തിനാ സർപ്പം തുള്ളലാക്കുന്നത്? ഒരു സോമയാഗം തന്നെ നടത്താം. അക്കൂസി പോകുന്നതിന് ഒരു ഹോമം നടത്തുന്ന വിവരദോഷികൾ. സർപ്പങ്ങളാണോടാ പേരെടുക്കുന്നത്? സർപ്പത്തെ തൊട്ടുള്ള കളി വേണ്ട, ജീവനുള്ള ദൈവങ്ങളാ. ഏട്ടാ, ഇപ്പൊ ഏട്ടത്തിയുടെ ചെവി കൊണ്ട് കേട്ടതാ കുഞ്ഞിന്റെ കരച്ചില്. കേട്ടോ, കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോ? എന്റെ പരദൈവങ്ങളെ, ഭദ്രകാളി അമ്മേ, അറുകൊല വല്യച്ഛ, ചെറിയച്ഛ, നാഗരാജാവേ, നാഗയക്ഷി കാത്തുകൊള്ളണേ. നാഗയക്ഷി കാറ്റുകൊള്ളണേ. നീ അത് TV ഓൺ ചെയ്തിട്ടുണ്ടോന്നോ? അതിൽ നിന്നായിരിക്കും കുഞ്ഞിന്റെ കരച്ചിൽ. നോക്കിയേ, ഈ പട്ടിയെ കണ്ട ഒരു അശുഭ ലക്ഷണമല്ലേ? സംശയമുണ്ടോ? ഇനി പട്ടിയുടെ വയറ്റിൽ നിന്നാന്നോ കുഞ്ഞിന്റെ കരച്ചില്? ആത്മാവ് തന്നെയാണ്. നീ പരിഹാരമായി നീ വേഗം പോയി സർപ്പം പാട്ട് നടത്താൻ നോക്ക്.
നിർത്തണോ? കൊട്ടാരത്തിൽ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചാ പിന്നെ എങ്ങനെയാ ദൈവകോപം ഉണ്ടാകാതിരിക്കുക? സർവ്വ അമ്പലങ്ങളും നിരങ്ങി കൊട്ടാരത്തിലെ കാശം മുടിച്ചേച്ച് വരുന്നുണ്ട് വിശ്വാമിത്ര മഹർഷിയും ഭാര്യയെ. ദൈവദോഷം പറയരുത് കേട്ടോ. നമ്മുടെ മോൾക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ പോയിട്ട് വരികയല്ലേ അവര്. വഴിപാട് കഴിച്ചില്ലേ അവള് 12ാം മാസത്തിലെ പുറത്തുള്ളായിരിക്കും. ഒരു വഴിപാട്. പ്രസവത്തിനും കുഞ്ഞുണ്ടാവാനും ഒക്കെ വെടിവഴിപാട് തന്നെയാ കഴിക്കേണ്ടത്. ഇനി എന്താ? മാറ. ഗുരുവായൂരപ്പനെയും ഏറ്റുമാനൂരപ്പനെയും വൈക്കത്തപ്പനെയും കണ്ടു തൊഴുതു. അമ്മമാരെയും വിട്ടില്ല. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരയമ്മ, ആറ്റുകാലമ്മ തുടങ്ങി സർവ്വ അമ്മമാരെയും പ്രാർത്ഥിച്ചു. മണ്ണാർശാലയിലെ അമ്മയ്ക്ക് ഉരുളിയും കമിഴ്ത്തി. 2 ഉരുളി. കുറഞ്ഞു പോയല്ലോ. നീ ഉരുളി കമിഴ്ത്തി കമിഴ്ത്തി നമ്മുടെ കൊട്ടാരവും ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശുപത്രിയും ഒടുവിൽ ഉരുളി കച്ചവടക്കാരുടെ കയ്യിലിരിക്കും. ഞാൻ ഈ പ്രസാദം മോക്കൊണ്ടേ കൊടുത്തിട്ട് ഏയ് വരാം. വേണ്ട, വേണ്ട. അവളെ ലേബർ റൂമിൽ കയറ്റി. ഇനി ആരും അങ്ങോട്ട് കയറ്റില്ല. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രസാദം കൊണ്ട് ഏ? ദേ ചോറ്റാനിക്കരയിലെ പ്രസാദം അങ്ങോട്ട് കഴിക്കുക. സുഖപ്രസവമായിരിക്കും. അതിന് പ്രസവിക്കേണ്ടത് അശ്വതിയല്ലേ? അശ്വതിക്ക് വേണ്ടി അവളുടെ ഭർത്താവ് കഴിച്ചാലും മതിന്നേ. എന്റെ ശകുന്തളെ, അകത്ത് അശ്വതി മോൾക്ക് പെയിൻ വരണേ ഇല്ല. ഇവിടെ ഒരാൾക്ക് പെയിൻ വന്ന് പൊളയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ? അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. എന്തായാലും ഭാഗ്യവാനാ. അതെ, അതെ. ഇത്ര കൊച്ചിലൊരു അച്ഛനാകാൻ കഴിഞ്ഞല്ലോ. ഇന്നാ മോനെ, ഇവിടെ ചിലർക്ക് മൂക്കിൽ പല്ല് വന്നിട്ടും. ദേ മോനെ, പായസം കുടിച്ചോ. ഇവളുമാരെന്തിനാ അമ്മന്റെ കഴുത്തിന് ഊത്തി പിടിക്കുന്നത്? ഏയ് പായസം കുടിപ്പിക്കുക. പായസ. കാത്തിരുന്ന് കൊട്ടാരത്തിനൊരു കുഞ്ഞിക്കാല് സമ്മാനിച്ചവനല്ലേ അവൻ. അമ്മായിമാര് മത്സരിച്ച് സ്നേഹിക്കുക. ആ എന്നാൽ ഇനി നിങ്ങൾ സൂക്ഷിക്കണം. ആണത്തം ഉണ്ടെന്ന് തെളിയിച്ചവനാ വിനോദ്. മോളുടെ വല്യമ്മാവന്റെ വല്യമ്മാവൻ വലിയ വീരശൂര പരാക്രമിയായിരുന്നു. ദേ എത്ര പേരുടെ തലവെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഓഹോ, അപ്പൊ ഇദ്ദേഹം ബാർബറായിരുന്നോ? കൊച്ചുണ്ണി വേണ്ട. പണ്ടത്തെ കാലമാണെങ്കിൽ തന്റെ ഈ തലയൊക്കെ കയ്യാലപ്പുറത്തിരുന്നേനെ. ഈ വിക്രമാദിത്യവർമ്മയും ഉദയവർമ്മയും ജയദേവർമ്മയും ഒക്കെ ആരായിരുന്നു തനിക്കറിയോ? ഉവ്വ, എല്ലാവരും ബർമാക്കാരാന്ന് മനസ്സിലായി. സോറി. ഒരു കൂട്ടോറ്റാനെ കാണിച്ചു തരാം. മോക്ക് ഈ ചെറിയ മാവൻ പാന്റ് ഇട്ട ഒരു കങ്കാരുവിനെ കാണിച്ചു തരാം. പക്ഷെ ഈ കങ്കാരുവിന് ജിറാഫിന്റെ കഴുത്താ. ഒന്ന് തന്നെ ഏയ്, പൂരാടം തിരുന്നാൾ വലിയ കോഴിത്തമ്പുരാന്റെയും പൂരാടം തിരുന്നാൾ ചെറിയ കോഴിത്തമ്പുരാന്റെയും കോഴിയല്ല കോഴി. ആ കോഴിത്തമ്പുരാന്റെ എഴുന്നള്ളത്ത് തടയാൻ താനാരാ? ഒന്ന് മാറോ. വലിയ കോഴിത്തമ്പുരാൻ ആ ബോർഡൊന്ന് വായിച്ചേ. വെടിവഴിപാട് 10 രൂപ. ഇതെന്താ ഇന്ത്യ പാക് ബോർഡറോ വെടിവെക്കാൻ? സ്വാമിയേ, ആ ബോർഡല്ല, മറ്റേ ബോർഡ്. അന്ധവിശ്വാസികൾക്ക് പ്രവേശനമില്ല. അന്ധവിശ്വാസിയല്ല, അവിശ്വാസി. രണ്ടും ഒന്നാടാ. അയ്യോ, എങ്കിൽ വല്യേട്ടൻ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി പൊക്കോളൂ. മോളെ ഞാൻ ആനയെ കാണിച്ചോളാം. നീ ഒന്ന് വെറുതെ ഇരടാ. ഉത്സവം കാണാനും നാടകം കാണാനും ആനയെ കാണാനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആകാശം ഇടിഞ്ഞു വീണാലും പുതിയൊരു ആകാശം പണിഞ്ഞേരാനുള്ള ആസ്തി ഇന്ന് ലക്ഷ്മീപുരം കൊട്ടാരത്തിലുണ്ട്. നീ വാടാ. ഒന്നും തോന്നല്ലേ. യുക്തിവാദി സമാജം പ്രസിഡന്റിനോടാ അവൻ വാദിച്ച് ജയിക്കാൻ പോകുന്നു. മോളെ, നമുക്ക് ആദ്യം അമ്പോറ്റിയെ തൊഴുതിട്ട് ആനയെ കാണാം. എനിക്ക് അമ്മൂട്ടിയെ തൊഴണ്ട. അതെന്താ അമ്പോറ്റിയെ തൊഴണ്ടാത്തത്? വേണ്ടെന്നല്ല പറഞ്ഞത്. അവിടെ എന്റെ മോളാ. നിന്നെ പോലെ അമ്പല വിശ്വാസിയല്ല. മോള് വാ, വല്യമാവൻ ആനയെ കാണിച്ചു തരാം. എന്നാലേ നമുക്ക് പോയി തൊഴുതിട്ട് വരാം. അയ്യോ തമ്പുരാൻ പറ്റൂ, ഞാൻ ഇനി ഇതൊക്കെ അഴിക്കട്ടെ. എടോ, അമ്പലത്തിൽ വരുമ്പോഴെങ്കിൽ ഈ കൗബീനെ എടുത്ത് കഴുത്തിലിടല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പാടോ. കൊച്ചു തമ്പുരാട്ടിക്ക് ആനയെ ഒന്ന് തൊടണമെന്ന്. 100 രൂപയാ തൊടുന്നതിന്. ഈ വാങ്ങലാണ് ഉത്സവം കഴിയുമ്പോ ആനയെ വാങ്ങുമല്ലോ.